ഹലോ ഫ്രണ്ട്സ്, ടീം സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പേറോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ആണ്. പേറോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുക്കുന്നതിന് വേണ്ടി ഡിസ്പ്ലേ മെനു സെലക്ട് ചെയ്യുക, പേറോൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുക, അതിനുശേഷം സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുക. ഇതല്ലാതെ നമുക്ക് ഡിസ്പ്ലേ മെനുവിൽ നിന്നും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് സെലക്ട് ചെയ്ത് പേറോൾ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യത്തേത് സമ്മറി, അതായത് പേറോൾ സ്റ്റാറ്റ്യൂട്ടറി സമ്മറി. ഒരു പീരീഡിലെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി പേ ഹെഡ്സിൻ്റെയും പേയബിൾ എമൗണ്ടും പെയ്ഡ് എമൗണ്ടുമാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുക. ഇതിൽ ആദ്യത്തെ ഹെഡ് PF, 2 ESI, 3 NPS, 4 പ്രൊഫഷണൽ ടാക്സ്, 5 ഇൻകം ടാക്സ്. ഇനി ഇവിടെ നിന്നും ഓൾട്ട് കീ ഹോൾഡ് ചെയ്ത് F1 കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ ലഭിക്കും. നമുക്കിനി എംപ്ലോയി ബ്രേക്കപ്പ് കിട്ടണമെങ്കിൽ പേ ഹെഡ് സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. അതിനായി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരിക. അടുത്തത് പ്രൊവിഡന്റ് ഫണ്ട്. ഇവിടെ 2 സെക്ഷനിലായാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മന്ത്ലി, 2 ആനുവൽ. നമുക്ക് ആദ്യം മന്ത്ലി റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഫോം 5. ഓരോ മാസവും പുതിയതായി PF സ്കീമിലേക്ക് ജോയിൻ ചെയ്ത എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുക. ഇനി ഇവിടെ നിന്നും ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ പീരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ പീരീഡാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ബ്ലാങ്ക് റിപ്പോർട്ടാണ് ലഭിക്കുക. കാരണം ഈ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസും ജോയിൻ ചെയ്തിരിക്കുന്നത് 1 ഏപ്രിൽ 2019 നമുക്കിനി 1 ഏപ്രിൽ 2019 വെച്ച് ഈ റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. ഫോം 10. PF സ്കീമിൽ നിന്നും എക്സിറ്റ് ചെയ്ത എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഫോം 10ൽ നമുക്ക് ലഭിക്കുക. ഇവിടെ നിന്നും ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് നമുക്ക് പീരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പീരീഡ് വെച്ച് തന്നെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഈ കമ്പനിയിലെ എംപ്ലോയീസ് ആരും ലീവ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയും ഒരു ബ്ലാങ്ക് റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. അടുത്തത് ഫോം 12A. PF പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഫോം 12Aയിൽ നമുക്ക് ലഭിക്കുക. ഇവിടെ നിന്നും ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം പീരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എംപ്ലോയി കാറ്റഗറി നമ്മളിവിടെ ഓൾ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ബാങ്ക് നെയിമും അഡ്രസ്സും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി എംപ്ലോയീസിന്റെ VPF കോൺട്രിബ്യൂഷൻ ഉൾപ്പെടുത്തണമെങ്കിൽ ഇൻക്ലൂഡ് VPF അക്കൗണ്ട് എന്നത് യെസ് എന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്പർ ഓഫ് കോൺട്രാക്ട് എംപ്ലോയീസ്, സ്ഥാപനത്തിൽ PFന് വേണ്ടി കൺസിഡർ ചെയ്യാത്ത കോൺട്രാക്ട് എംപ്ലോയീസിന്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ടെമ്പററി എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഈ കോളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അക്സെപ്റ്റ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ കോളം സ്റ്റാറ്റ്യൂട്ടറി പേ ടൈപ്പ് ആണ്. അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. അതിനടുത്ത് 2 കോളത്തിലും എംപ്ലോയീസിന്റെയും അതുപോലെ എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത 2 കോളത്തിലും കോൺട്രിബ്യൂഷന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ്. അടുത്ത കോളത്തിൽ ഈ പീരീഡിൽ ഡ്യൂ ആയിരിക്കുന്ന അഡ്മിൻ ചാർജിന്റെ എമൗണ്ടും അതിനടുത്ത കോളത്തിൽ അഡ്മിൻ ചാർജിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസും ലാസ്റ്റ് കോളത്തിൽ പേയ്മെന്റ് നടത്തിയ ഡേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോമിന്റെ ഏറ്റവും താഴെയായി സബ്സ്ക്രൈബർ കൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. ഒരു പീരീഡിൽ എംപ്ലോയീസും എംപ്ലോയറും PF അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. ഈ ചലാൻ റിട്ടേൺ ECR. PF റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. SDF ഫോർമാറ്റിലാണ് ഈ ഫയൽ എക്സ്പോർട്ട് ആവുക. നമ്മളിപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, വീണ്ടും പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. ഫോം 3A. എംപ്ലോയി വൈസ് ആനുവൽ റിപ്പോർട്ടാണ് ഫോം 3Aയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക. ഇവിടെ ഫ്രം ഡേറ്റിൽ ഡിഫോൾട്ട് ഡേറ്റ് ആയി വരിക കറന്റ് ഇയർ മാർച്ചിലെ ഫസ്റ്റ് ഡേറ്റും അതുപോലെ ടു ഡേറ്റ് ആയി വരിക നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയിലെ ലാസ്റ്റ് ഡേയുമാണ്. ഇവിടെ നമുക്ക് ഏത് പീരീഡ് വേണമെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഈ പീരീഡ് തന്നെയാണ്. ഇനി അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ മാസത്തെ എംപ്ലോയിയുടെ ഷെയറും അതുപോലെ എംപ്ലോയറുടെ ഷെയറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പേജ് ഡൗൺ കീ പ്രസ് ചെയ്താൽ അടുത്ത എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും.
ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. ഫോം 6A ഡിഫറൻറ്റ് PF അക്കൗണ്ട്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആനുവൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോം 6A. എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു റിപ്പോർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ട് നോക്കാം. ഈ റിട്ടേൺ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ഈ ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഫോം സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്ത് ഫയൽ എക്സ്പോർട്ട് ചെയ്യുക. SDF ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഫയൽ ലഭിക്കുക. അതുപയോഗിച്ച് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. നമുക്കിനി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അടുത്തത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഇതിൽ ആദ്യത്തേത് ഫോം 3. ഇതൊരു ഡിക്ലറേഷൻ ഫോമാണ്. ഓരോ മാസവും ESI പരിധിയിലേക്ക് വരുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ESI കോർപ്പറേഷനിലേക്ക് നൽകുന്ന ഒരു ഡിക്ലറേഷനാണ് ഫോം 3. ഇനി ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് പീരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പീരീഡ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എംപ്ലോയി കാറ്റഗറി സെലക്ട് ചെയ്യുക, സോർട്ടിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുക, ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക, നെയിം സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഡെസിഗ്നേഷൻ എൻ്റർ ചെയ്യുക. ഇനി എൻ്റർ കീസ് പ്രസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് റിപ്പോർട്ടാണ് കിട്ടുക. കാരണം ഈ മാസം ഈ സ്ഥാപനത്തിൽ ന്യൂലി ജോയിൻഡ് എംപ്ലോയീസ് ആരും തന്നെ ഇല്ല. ഇനി അടുത്ത റിപ്പോർട്ട് നോക്കാം. മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. എംപ്ലോയീസും എംപ്ലോയറും ഒരു മാസം ESI അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ റിട്ടേൺ. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ESI മന്ത്ലി ഈ റിട്ടേൺ ആവശ്യമായ ഡീറ്റെയിൽസ് എക്സലിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫോർമാറ്റിലാണ് എക്സലിൽ നമുക്ക് ഡാറ്റ ലഭിക്കുക. ഇനി നമുക്ക് വീണ്ടും ടാലിയിലേക്ക് വരാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോം 5. ഹാഫ് ഇയർലി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ഫോം ആണ് ഫോം 5. ഓരോ മാസവും എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഫോം 5ൽ ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ഫോം നോക്കാം. ഫോം 6. ESI കവറേജ് ഉള്ള എംപ്ലോയീസിന്റെ ഒരു രജിസ്റ്റർ ആണ് ഫോം 6. ഓരോ എംപ്ലോയീസും ഓരോ മാസവും എത്ര ഡേയ്സ് വർക്ക് ചെയ്തു എന്നതിൻ്റെയും അതിനവർക്ക് എത്ര വേജസ് കിട്ടി എന്നതിൻ്റെയും അതിൽ നിന്നും അവർ എത്ര രൂപ ESI അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുക. ഓരോ മാസത്തെയും ഇൻഫർമേഷന് ശേഷം ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാന ഭാഗത്തായി എല്ലാ മാസത്തെയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മറിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ ഇത്രയുമാണ് ESIയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ്. അടുത്തത് പ്രൊഫഷണൽ ടാക്സ്. ഇതിൽ ആദ്യത്തേത് കമ്പ്യൂട്ടേഷൻ റിപ്പോർട്ട്. എംപ്ലോയറുടെ പ്രൊഫഷണൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പ്യൂട്ടേഷൻ റിപ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പീരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് 31 മെയ് വരെയുള്ള ലയബിലിറ്റി നോക്കാം. ഇനി പ്രിന്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നത് യെസ് എന്ന് സെറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ടാക്സ് പേ ഹെഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഇൻകം സ്ലാബും ആ സ്ലാബിൽ വരുന്ന എംപ്ലോയീസിന്റെ നമ്പറും അവരുടെ കയ്യിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ടുമാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്നത് യെസ് എന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ താഴെ ഭാഗത്തായി പേയ്മെന്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. അടുത്തത് സ്റ്റേറ്റ്മെന്റ്.
എംപ്ലോയി വൈസ് പ്രൊഫഷണൽ ടാക്സ് കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് ആണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുക. ഇവിടെ ഇനി പീരീഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിലാണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നാഷണൽ പെൻഷൻ സ്കീം NPS. ഇതിൽ ആദ്യത്തേത് സബ്സ്ക്രൈബർ കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ്. നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസിനെയാണ് സബ്സ്ക്രൈബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേസിൽ ഈ കമ്പനിയിലെ എംപ്ലോയീസ് ആണ് സബ്സ്ക്രൈബേഴ്സ്. എല്ലാ എംപ്ലോയീസിന്റെയും ഡീറ്റെയിൽസ് ഒരുമിച്ച് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഇവിടെയും ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഇവിടെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസിന് ശേഷം ആദ്യത്തെ കോളത്തിൽ എംപ്ലോയറുടെ NPS കോൺട്രിബ്യൂഷൻ എമൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്ത രണ്ട് കോളത്തിൽ സബ്സ്ക്രൈബർ കോൺട്രിബ്യൂഷൻ, അതായത് എംപ്ലോയീസിന്റെ Tier 1 കോൺട്രിബ്യൂഷനും Tier 2 കോൺട്രിബ്യൂഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രോസ് എമൗണ്ട്. ഇനി ഇവിടെ നിന്നും F12 കീ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമായ കോൺഫിഗറേഷൻസും സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. NPS സമ്മറി. സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയിയും NPS അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ടിന്റെയും അതുപോലെ എംപ്ലോയീസിന് വേണ്ടി NPS അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ടിന്റെയും കംപ്ലീറ്റ് ബ്രേക്കപ്പും ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കും. അതുകൂടാതെ ടോട്ടൽ പേയബിൾ എമൗണ്ടിന്റെ ഡീറ്റെയിൽസും നമ്മൾ പേ ചെയ്ത എമൗണ്ടിന്റെ ഡീറ്റെയിൽസും ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. നമുക്കിനി ഇവിടെ എംപ്ലോയി വൈസ് ഡീറ്റെയിൽസ് ലഭിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ പേ ഹെഡ് സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത പേ ഹെഡിന്റെ എംപ്ലോയി വൈസ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മറ്റു പേ ഹെഡ്സും സെലക്ട് ചെയ്ത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. ഇനി അടുത്ത റിപ്പോർട്ട് നോക്കാം. പ്രാൻ നോട്ട് അവൈലബിൾ. NPS സബ്സ്ക്രൈബേഴ്സിന് ഡിപ്പാർട്ട്മെന്റ് അലോട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ. എംപ്ലോയി മാസ്റ്റർ ക്രിയേഷന്റെ സമയത്ത് പ്രാൻ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ എംപ്ലോയീസിന്റെ ലിസ്റ്റ് ആണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുക. നമ്മൾ എല്ലാ എംപ്ലോയീസിന്റെയും പ്രാൻ എൻ്റർ ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും എല്ലാ എംപ്ലോയീസിന്റെയും നമ്പർ കാണണമെങ്കിൽ F7 കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് NPSയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ്. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അടുത്തത് ഗ്രാറ്റുവിറ്റി. ഇതാണ് ടാലിയിലെ ഗ്രാറ്റുവിറ്റി റിപ്പോർട്ട്. എംപ്ലോയി വൈസ് റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി F5 കീ പ്രസ് ചെയ്യുക. എംപ്ലോയീസിന്റെ ഗ്രാറ്റുവിറ്റി എലിജിബിൾ സാലറിയും എംപ്ലോയറുടെ ഗ്രാറ്റുവിറ്റി ലയബിലിറ്റി എമൗണ്ടുമാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. കറന്റ് ഇയർ ഡേറ്റും എംപ്ലോയീസ് ജോയിൻ ചെയ്ത ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു എംപ്ലോയിയും 5 ഇയർ സർവീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എങ്കിലും ഓരോ എംപ്ലോയിക്കും ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഷോ ചെയ്യുന്നുണ്ട്. മന്ത്ലി ഗ്രാറ്റുവിറ്റി എലിജിബിൾ സാലറിയെ ബേസ് ചെയ്താണ് ഈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എംപ്ലോയറുടെ ഇതുവരെയുള്ള ആക്ച്വൽ ലയബിലിറ്റി എമൗണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബട്ടൺ ബാറിൽ നിന്നും ടിൽഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ F6 കീ പ്രസ് ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ എമൗണ്ട് കോളം ബ്ലാങ്ക് ആയിട്ടുണ്ട്. നമുക്കിനി പീരീഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ വീണ്ടും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വേണമെങ്കിൽ വീണ്ടും എംപ്ലോയിയെ സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ള റിപ്പോർട്ട് ഇൻകം ടാക്സ്. ഇതിൽ ആദ്യത്തേത് കമ്പ്യൂട്ടേഷൻ. ഇവിടെ നിന്നും എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇതാണ് ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ സ്ക്രീൻ. മെയ് മാസത്തെ കമ്പ്യൂട്ടേഷൻ ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ഇൻകം ടാക്സ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, 62,213 രൂപ. മെയ് മാസത്തേതുൾപ്പെടെ ഇതുവരെ നമ്മൾ ഡിഡക്ട് ചെയ്തത് 10,645 രൂപ. ഇനി ബാലൻസ് ഡിഡക്ട് ചെയ്യാനുള്ളത് 51,568 രൂപ. ഈ എമൗണ്ടിനെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഇനി വരാനുള്ള മാസങ്ങളുടെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 5,157 രൂപയാണ് ലഭിക്കുക. ഇതാണ് ജൂൺ മുതൽ ഓരോ മാസവും ഡിഡക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിക്ലെയർഡ് വാല്യൂവിനെ ബേസ് ചെയ്താണ്. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രൂഫ് വാല്യൂവിനെ ബേസ് ചെയ്താണെങ്കിൽ ഇവിടെ നിന്നും F5 കീ പ്രസ് ചെയ്താൽ മതി. നമ്മളിവിടെ കമ്പ്യൂട്ടേഷൻ ബേസായി പ്രൂഫ് വാല്യൂ സെലക്ട് ചെയ്താലും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരില്ല. ഇതിന്റെ കാരണം ഡിക്ലറേഷൻ സെറ്റ് ചെയ്ത സമയത്ത് ഡിക്ലെയർഡ് വാല്യൂ കോളത്തിലും പ്രൂഫ് വാല്യൂ കോളത്തിലും നമ്മൾ സെയിം എമൗണ്ട് ആണ് കൊടുത്തത്. ഇനി ഇവിടെ സീരിയൽ നമ്പർ 1 നോക്കുക. ഗ്രോസ് സാലറി എമൗണ്ട് ആണ് സീരിയൽ നമ്പർ 1ൽ കൊടുത്തിരിക്കുന്നത്. അതിൽ സെക്ഷൻ 17(1) പ്രകാരമുള്ള എമൗണ്ട് ആണ് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് പെർക്വിസിറ്റ്സ്. ഇനി ഇവിടെ സീരിയൽ നമ്പർ 2ൽ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 10 പ്രകാരമുള്ള ടോട്ടൽ എക്സംഷൻ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിനുശേഷമുള്ള ലൈൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇവയുടെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ മനസ്സിലാക്കണമെങ്കിൽ അലോവൻസ് നെയിം സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക.
ഇവിടെ ഇപ്പോൾ ഹൗസ് റെന്റ് അലവൻസിന്റെ ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് സാലറിയിൽ നിന്നും സെക്ഷൻ 10 പ്രകാരമുള്ള എക്സംഷൻസ് മൈനസ് ചെയ്ത എമൗണ്ട് ആണ് സീരിയൽ നമ്പർ 3ൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സീരിയൽ നമ്പർ 4ൽ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ്. ബാലൻസ് എമൗണ്ടിൽ നിന്ന്, അതായത് സീരിയൽ നമ്പർ 3ലെ എമൗണ്ടിൽ നിന്നും സീരിയൽ നമ്പർ 4ലെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം ഫ്രം സാലറി. അടുത്ത ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഇൻകം ഡിക്ലെയർഡ് ബൈ എംപ്ലോയി, അതായത് നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ഇൻകം ഫ്രം അതർ സോഴ്സസും. ടോട്ടൽ സാലറി ഇൻകത്തോടു കൂടി എംപ്ലോയീസിന്റെ അതർ ഇൻകം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അടുത്ത ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം ചാർജബിൾ ടു ടാക്സ്, സീരിയൽ നമ്പർ 7-8. അടുത്ത ലൈനിൽ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഇൻകം ടാക്സ്. ഇവിടെ നിന്നും എൻട്രി കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. റിലീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് അടുത്ത ലൈൻ കൊടുത്തിരിക്കുന്നത്. റിലീഫ് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ടാക്സ് ലയബിലിറ്റി ആണ് സീരിയൽ നമ്പർ 12ൽ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഡിഡക്ട് ചെയ്ത ടോട്ടൽ ടാക്സ് എമൗണ്ട് ആണ് സീരിയൽ നമ്പർ 13ൽ ഉള്ളത്. ഡിഡക്ട് ചെയ്ത ടാക്സിന്റെ ഡീറ്റെയിൽസ് ആണ് താഴെയുള്ള ലൈൻസിൽ കൊടുത്തിരിക്കുന്നത്. ബാലൻസ് ടാക്സ് ലയബിലിറ്റി ആണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അടുത്ത റിപ്പോർട്ട് സാലറി പ്രൊജക്ഷൻ. ഇവിടെ നിന്നും വീണ്ടും എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇതാണ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ പ്രൊജക്റ്റഡ് സാലറി ഏർണിംഗ്സും ഡിഡക്ഷൻസും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാലറി പ്രോസസ് ചെയ്ത മാസങ്ങളിൽ പ്രൊജക്റ്റഡ് എമൗണ്ടിന് പകരം ആക്ച്വൽ എമൗണ്ട് ആണ് ഉണ്ടാവുക എന്നതാണ്. അടുത്തത് ചലാൻ റീകൺസിലേഷൻ. ചലാൻ റീകൺസിലേഷന് വേണ്ടി ഇവിടെ നിന്നും FIQ പ്രസ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം, റിട്ടേൺസ്. ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ക്വാർട്ടർലി റിട്ടേൺ ആണ്. അടുത്ത സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ആനുവൽ റിട്ടേൺ. ഇതിൽ ആദ്യത്തെ റിട്ടേൺ ആണ് ഫോം 24Q. എംപ്ലോയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് ആണ് ഫോം 24Q. എംപ്ലോയർ എംപ്ലോയീസിന് പേ ചെയ്ത സാലറിയുടെ ഡീറ്റെയിൽസും എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും ഡിഡക്ട് ചെയ്ത ടാക്സിന്റെ ഡീറ്റെയിൽസുമാണ് ഈ ഫോമിൽ ഉണ്ടാവുക. ഫോം 24Q സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ക്വാർട്ടറിലും സബ്മിറ്റ് ചെയ്യേണ്ട അനക്ഷർ ആണ് അനക്ഷർ 1. ലാസ്റ്റ് ക്വാർട്ടറിൽ സബ്മിറ്റ് ചെയ്യേണ്ട അനക്ഷർ ആണ് അനക്ഷർ 2. നമുക്കാദ്യം ഫോം 24Q ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ നിന്നും ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെലവന്റ് ക്വാർട്ടർ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഫസ്റ്റ് ക്വാർട്ടർ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ TDS ഡിഡക്ടർ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ്. പ്ലേസും ഡേറ്റും എൻ്റർ ചെയ്യുക. ഇതാണ് ഫോം 24Q. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അനക്ഷർ 1 ആണ്. ഇനി ഇവിടെ നിന്നും ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, ക്വാർട്ടർ സെലക്ട് ചെയ്യുക. ഇതാണ് അനക്ഷർ 1. ഇനി നമുക്ക് അനക്ഷർ 2 എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഇവിടെ നിന്നും ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ക്വാർട്ടർ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഡിഫോൾട്ടായി തന്നെ ലാസ്റ്റ് ക്വാർട്ടർ ആണ് വരിക. ഇതാണ് അനക്ഷർ 2. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോം 16 എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നാണ്. സാലറിയിൽ നിന്നും TDS ഡിഡക്ട് ചെയ്തതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16. ഇനി ഇവിടെ നിന്നും എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. ഇനി ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ ആവശ്യമായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ഓഫ് കോപ്പിയായി ഞാൻ ഡിഫോൾട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഡേറ്റ് ഓഫ് പ്രിന്റിംഗ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് ഓരോ ക്വാർട്ടറിലെയും TDS റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ലഭിച്ച അക്നോളജ്മെന്റ് നമ്പർ എൻ്റർ ചെയ്യാം. ഞാനിവിടെ റഫ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇനി ഇവിടെ CIT ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക.
പ്രീവിയസ് എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള ഇൻകം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഓപ്ഷൻ യെസ് എന്ന് സെറ്റ് ചെയ്താൽ മതി. TDS സർട്ടിഫിക്കറ്റിൽ പാർട്ട് എ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഓപ്ഷൻ യെസ് എന്ന് സെറ്റ് ചെയ്യുക. ഇതാണ് ഫോം 16. ഇപ്പോൾ ഇവിടെ കാണുന്നത് പാർട്ട് എ ആണ്, ഇത് പാർട്ട് ബി. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അടുത്തത് ഫോം 12BA. എംപ്ലോയർ എംപ്ലോയീസിന് നൽകിയ പെർക്വിസിറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഒരു തവണ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക, അതിനുശേഷം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എംപ്ലോയി ഡയറക്ടർ ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ TDS അസസ്മെന്റ് റേഞ്ച് എൻ്റർ ചെയ്യുക. ഇതാണ് ഫോം 12BA. ഇനി നമുക്ക് നോക്കേണ്ടത് ITR 1. ഇവിടെ നിന്നും എംപ്ലോയിയെ സെലക്ട് ചെയ്യുക. നമുക്ക് വീണ്ടും അജയ് എന്ന എംപ്ലോയിയെ തന്നെ സെലക്ട് ചെയ്യാം. ഇതാണ് ITR 1. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അടുത്തത് റിട്ടേൺ. ഇതിൽ ആദ്യത്തേത് E24Q. ക്വാർട്ടർലി റിട്ടേൺ ആയ ഫോം 24Qന്റെ ഫോർമാറ്റ് ആണ് E24Q. ഇവിടെ നിന്നും ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്തതിനു ശേഷം ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യുക. ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് നമുക്ക് എക്സ്പോർട്ടായി കിട്ടുക. അതിനുശേഷം NSDL വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫയൽ വാലിഡേഷൻ യൂട്ടിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് വാലിഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. നമ്മളിനി പ്രീവിയസ് സ്ക്രീനിലേക്ക് വരികയാണ്. അടുത്തത് ഫോം 27A. TDS റിട്ടേണിന്റെ സമ്മറിയാണ് ഫോം 27A. ഓരോ തവണ ഫോം 24Q ഫയൽ ചെയ്യുമ്പോഴും ഫിസിക്കൽ ഫോമിൽ ഫോം 27A ഫയൽ ചെയ്യണം. ഇനി നമുക്ക് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരാം. അടുത്തത് എക്സെപ്ഷൻ റിപ്പോർട്ട്സ്. ഇതിൽ ആദ്യത്തേത് പാൻ നോട്ട് അവൈലബിൾ. പാൻ കാർഡ് ഇല്ലാത്ത എംപ്ലോയീസിന്റെ ലിസ്റ്റാണ് ഈ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ട് നോക്കാം. അടുത്തത് അതർ റെക്കോർഡ്സ്. എംപ്ലോയീസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസുമാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുക. അടുത്തത് TDS വേരിയൻസ്. ഇവിടെ നിന്നും ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഇവിടെയും ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക. എംപ്ലോയീസിൽ നിന്നും മന്ത്ലി ഡിഡക്ട് ചെയ്ത TDS എമൗണ്ടും അതിൻ്റെ വേരിയൻസ് എമൗണ്ടുമാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി പേറോൾ സീരീസ് കംപ്ലീറ്റ് ആയി. ഇനി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.